ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. ബീറ്റ്റൂട്ട് വെച്ചിട്ടാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു റൂട്ട് വെജിറ്റബിൾ ആണ് ബീറ്റ്റൂട്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ബീറ്റ്റൂട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ബീറ്റ്റൂട്ട് ഉണ്ട് ഇത്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 മിൻറ്റ് ലീഫും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ടോട്ടലി ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനിയൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇനി ബീറ്റ്റൂട്ടിൻ്റെ പച്ചച്ചൊവ്വ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചിട്ട് ജ്യൂസ് ആക്കിയാലും മതി. പക്ഷേ ബീറ്റ്റൂട്ട് ഇങ്ങനെ പച്ചയ്ക്ക് ജ്യൂസ് അടിക്കുന്നതാണ് കുറച്ചും കൂടെ ആരോഗ്യത്തിന് നല്ലത്. ബീറ്റ്റൂട്ട് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യിക്കാനും ഇനി ഹൈ BP ഉള്ളവർക്ക് അത് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു വെജിറ്റബിളും കൂടെയാണ്. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേൻ വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബീറ്റ്റൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പം ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ബ്യൂട്ടി ബെനിഫിറ്റും ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് വീക്ക്ലി 2 തവണയെങ്കിലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്യൂട്ടി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ ടോണിൽ വ്യത്യാസം വരുത്താനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.